നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത സുരാജ് വെഞ്ഞാറമൂട്, ജോജു ജോർജ്, അലൻസിയർ തുടങ്ങിയവർ അഭിനയിച്ച നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. നാരായണീൻ്റെ മൂന്നാൺമക്കൾ. നാരായണി എടുത്തി മരിക്കാൻ കിടക്കുകയാണ്. വെന്റിലേറ്റർ എടുത്തു മാറ്റി മരണം കാത്തു കിടക്കുകയാണ് നാരായണി എടുത്തി. നാരായണി ഏടത്തിയുടെ മൂന്നാൺമക്കളാണ്. മൂത്തവൻ അലൻസിയർ അവതരിപ്പിക്കുന്ന വിശ്വം, രണ്ടാമത്തവൻ ജോജു ജോർജ് അവതരിപ്പിക്കുന്ന സേതു, മൂന്നാമത്തവൻ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന ഭാസ്കരൻ. ഈ മൂന്ന് പേരും മൂന്ന് വഴിക്കാണ് എന്ന് നമുക്ക് അറിയാം. തുടക്കത്തിൽ തന്നെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഭാസ്കരൻ വിദേശത്താണ്. വിദേശത്ത് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം അവിടെ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുകയാണ്. അമ്മയുടെ വിഷമതകൾ അറിഞ്ഞ്, അമ്മയുടെ സമയം അടുത്തു എന്നൊക്കെ അറിഞ്ഞ് ഭാസ്കരനും കുടുംബവും വന്നിരിക്കുകയാണ്. വന്ന രണ്ടാമത്തെ ദിവസം അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മൃതപ്രായമായി കിടക്കുന്ന അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇവർ ഒരിടത്ത് ഇറങ്ങി കരിക്ക് കുടിക്കുന്നുണ്ട്. ഈ കുടുംബം അപ്പാടെ. നമ്മൾ അത്ഭുതപ്പെടുന്നത്, അമ്മയ്ക്ക് അസുഖമായി കൊണ്ടുപോകുന്ന സമയത്ത് മക്കളും കുടുംബവും കരിക്ക് വെട്ടി കുടിക്കുന്നത് നമുക്ക് തന്നെ അതിന് ഒരു അരോചകത അനുഭവപ്പെടുന്നുണ്ട്. അത് ആ അരോചകത വരണം. ഇത് ആദ്യമധ്യാന്തം സിനിമയുടെ അവസാനം വരെ ഈ അരോചകത പല കാര്യങ്ങളിലും എടുത്ത് മുൻനിർത്തി കാണിച്ചുകൊണ്ട് നമ്മളെ കാണിക്കുവാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ശരൺ വേണുഗോപാലാണ് ഈ സിനിമയുടെ സംവിധായകൻ. ജോബി ജോർജ് തടത്തിൽ ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഗുഡ്വിൽ എന്റർപ്രൈസസിന് വേണ്ടി, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. ഈ സിനിമ ആദ്യം മുതലേ അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാവുന്ന എന്നല്ല, നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു സിനിമ തന്നെയാണ് ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന ഈ സിനിമ. ആ അരോചകത്തെപ്പറ്റി പറഞ്ഞല്ലോ. അതിനുശേഷം വീട്ടിൽ വരികയും, നിഖിൽ ആണ് ഭാസ്കരൻ്റെ മകൻ. സേതു വിവാഹം കഴിച്ചിട്ടില്ല. വിശ്വത്തിൻ്റെ മകളാണ് അശ്വതി. ആരതി. ഈ നിഖിലിനേക്കാളും കുറച്ചുകൂടെ പ്രായം കൂടുതലുണ്ട് ആരതിക്ക്. ഈ ആരതിയും നിഖിലും പെട്ടെന്ന് തന്നെ അവർ അടുക്കുന്നു. ആങ്ങളെയും പെങ്ങളുമാണ് എങ്കിലും അതങ്ങനെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ അരോചകത, അതാണ് പറഞ്ഞത്, അരോചകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അരോചകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സഹോദരനും സഹോദരിയും തമ്മിൽ അടുപ്പം ഉണ്ടാകുന്നതും അത് അവിഹിതമായ ചില ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. പത്രവാർത്തകളിലേക്കൊന്നും വന്നില്ല എങ്കിൽ പോലും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ആ പ്രായത്തിൻ്റെയാണ് എന്ന് സേതു ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഭാസ്കരൻ ഒരു മോഡേൺ ജീവിയാണ്. വിദേശത്താണ്, ലണ്ടനിലാണ് താമസിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു പക്ഷേ അതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. പക്ഷേ വിശ്വത്തെ സംബന്ധിച്ച് വിശ്വത്തിന് അത് ഒരിക്കലും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല. കാരണം അയാളൊരു നാട്ടിൻ പുറത്തുകാരനാണ്. അപ്പോൾ ചോദിക്കുക, സേതു എന്തുകൊണ്ടാണ് അത് ഉൾക്കൊണ്ടത് എന്ന്. സേതു വിവാഹിതനല്ല. സേതുവിനൊരു
ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു, അത് തകർന്നു പോയി. അതിനെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും എന്തോ അയാൾ ആ രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത്. ഒരു കട നടത്തുന്നയാളാണ് അയാൾ. മറ്റൊരാൾ ഒരു ഉദ്യോഗസ്ഥനാണ്, വിശ്വം ഒരു ഉദ്യോഗസ്ഥനാണ്. ഭാസ്കരൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. ജോലികളൊക്കെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അപ്പുറത്തേക്ക് ചില മനുഷ്യബന്ധങ്ങളെക്കുറിച്ചാണ്, ആ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചയെക്കുറിച്ചാണ്, ആ തകർച്ചയുടെ അരോചകതയെക്കുറിച്ചാണ് സംവിധായകൻ നമ്മളോട് പറയുന്നത്. ഈ സിനിമ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സിനിമ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കാനായിട്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തട്ടുന്ന വിധം അവതരിപ്പിക്കാനായിട്ട് ശരൺ വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ട്. തിരക്കഥയും അതുപോലെ തന്നെ നമ്മെ അങ്ങ് കൊണ്ടുപോവുകയാണ്, നമ്മെ ഒരു ജീവിത പരിസരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വെറുതെ കുറേ ആളുകളല്ല, കഥാപാത്രങ്ങളാണ് വന്നു നിൽക്കുന്നത്. ഓരോ കഥാപാത്രങ്ങൾ, നാരായണിയടത്തി പോലും ഒരു കഥാപാത്രമാണ്. ഒന്നും സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിലും മരിക്കാനായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ പോലും അവരുടെ കയ്യനക്കമൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ ഈ മക്കൾ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അമ്മയെ കൊല്ലുവാനായിട്ട് മൂത്ത മകനും ഇളയ മകനും ചേർന്ന് ശ്രമിക്കുന്നുണ്ട്. അത് നിന്ന് അവരൊക്കെ സ്വയം പിന്മാറുകയാണ് ചെയ്യുന്നത്. കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം 24-ാം തീയതി മടങ്ങിപ്പോകേണ്ട ആളാണ്, അവിടെ പോയി ജോലിയിൽ ജോയിൻ ചെയ്യേണ്ട ആളാണ്. അല്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെടുക മാത്രമല്ല, ഫ്ലാറ്റിൽ നിന്നൊക്കെ ഇറങ്ങിക്കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും, പിന്നെ വാടകയ്ക്ക് പോകേണ്ടതായിട്ട് വരും എന്നൊക്കെ. ഇയാളുടെ ഭാര്യ ഒരു മുസ്ലിം വനിതയാണ്. ഭാസ്കരൻ്റെ ഭാര്യയായിട്ട് വരുന്നത് ഒരു മുസ്ലിം വനിതയാണ്. ഭാസ്കരൻ ഈ മുസ്ലിം വനിതയെ കെട്ടി പോയത് കൊണ്ടാണ് അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ വീട് വിട്ടു പോയി ഭാഗം ചെയ്യാനായിട്ട് വന്നപ്പോൾ അമ്മയുടെ സ്വത്ത്, അച്ഛൻ മരിച്ചു, അച്ഛൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. ആ മരിച്ചതിന് ശേഷം ആ സ്വത്ത് ഭാഗിക്കുന്ന സമയത്ത് ഇളയ മകന് ഒന്നുമില്ല, ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളാണ് അന്ന് എന്ന് പറയുന്നു. ഈ സ്ഥലങ്ങൾക്കൊക്കെ വില കൂടിയെന്ന് ഇടയ്ക്ക് വിശ്വം പറയുന്നുണ്ട്. വിശ്വത്തിൻ്റെ അച്ഛൻ, അതായത് ഈ 3 പേരുടെയും, നാരായണിയുടെ ഈ 3 മക്കളുടെയും ഭർത്താവ് ഒരാളുടെ കയ്യിൽ നിന്ന്, ഒരു ഉയർന്ന ജാതിക്കാരൻ്റെ കയ്യിൽ നിന്ന്, അങ്ങനെ ചില സൂചനകൾ അവിടെ വരുന്നുണ്ട്. ജാതിക്കാരൻ്റെ കയ്യിൽ നിന്നും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ കഥ നടക്കുന്നതും ഈ കഥയുടെ പരിസരവും കഥാപാത്രങ്ങളും ഒക്കെ ജീവിക്കുന്നത് ഒരു നാട്ടിൻപുറത്താണ്. ആ നാട്ടിൻപുറത്തെ അനുഭവങ്ങളാണ് ഈ ചലച്ചിത്രകാരൻ നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും ശരൺ വേണുഗോപാൽ എന്ന ഈ ചലച്ചിത്രകാരൻ, അങ്ങനെ തന്നെ പറയാം, ചലച്ചിത്രകാരൻ, നമ്മൾ അടൂർ ഗോപാലകൃഷ്ണനെയും അരവിന്ദനെയും ഒക്കെ വിളിക്കുന്നത് പോലെ, ഭരതനെയും പത്മരാജനെയും KG ജോർജിനെയും ഒക്കെ വിളിച്ചതുപോലെ വിളിക്കാവുന്ന ഒരു പേരാണ് ശരൺ വേണുഗോപാലിന് ചലച്ചിത്രകാരൻ എന്ന പദം കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ സിനിമ കൊണ്ടുപോകുന്നത്. ചില സൂചനകൾ കൊണ്ട് വലിയ ബിംബങ്ങൾ തന്നെ ഈ സിനിമയിൽ തീർക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ രസം. ഇവർ തമ്മിലുള്ള ബന്ധം, ഈ നിഖിലും, അനിയനായ നിഖിലും ഈ വല്യച്ഛൻ്റെ മകളായ ആരതിയും തമ്മിലുള്ള ആ ബന്ധം അതിതീക്ഷ്ണമായിട്ട് തന്നെ ഈ സംവിധായകൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനായിട്ട് തോന്നുന്നത്. അതുമാത്രമല്ല, ഇവർ തമ്മിലുള്ള ഈ ജാതിപ്പേര് പറഞ്ഞ് വിളിച്ച ആള് കുറച്ച് പണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ പണം ഉണ്ടാകുമ്പോൾ വന്നാൽ മതി, പണം, ഈ സ്വത്ത്, ഈ പുരയിടം പണയം വെച്ചിട്ടാണ് അയാൾ പൈസ മേടിച്ചത്. ഉയർന്ന ജാതിയിലുള്ളവരാണ്, തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ തിരിച്ചു ചോദിക്കാനായിട്ട് വരുമ്പോഴാണ് വിശ്വം പറയുന്നത് സ്ഥലം തരില്ല, വേണമെങ്കിൽ തരാം, 70-75 ലക്ഷം രൂപ തന്നാൽ തരാം, 40 ലക്ഷം രൂപയെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. ഇവിടെ ഈ ഭൂമിയും ഈ ജാതി സ്പർദ്ധയും ഒക്കെ നമ്മളെ ഒരു പഴയ കാലത്തിലേക്ക്, പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ സിനിമ. MTയുടെ ഒക്കെ കാലഘട്ടത്തിൽ ചില സിനിമകൾ സംഭവിച്ചതുപോലെ ആ സിനിമകളിലൊക്കെ ആൾക്കൂട്ടത്തിൽ തനിയയിലൊക്കെ ഉള്ള പോലെ ഒരാൾ മരിക്കാൻ കിടക്കുന്നു, ആൾ മരിക്കുന്നില്ല, അയാൾ ഈ കാഴ്ചകളെല്ലാം കാണുന്നു. നാരായണി ഇവിടെ അറിയുന്നുണ്ട്. നാരായണി ആ ചെറിയ വിരലനക്കം മാത്രം മതിയല്ലോ, നാരായണി ഇതെല്ലാം അറിയുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാനായിട്ട്.
അങ്ങനെ അവസാനം സംഘർഷഭരിതമായിട്ട് തന്നെയാണ് ഈ സിനിമ പോകുന്നത്. കഥാപാത്ര സംഘടനത്തിലൂടെ, കഥാപാത്രവൽക്കരണത്തിലൂടെ, കഥാപാത്ര സംഘടനത്തിലൂടെ, പരിസരങ്ങളിലൂടെ. ഈ സേതുവിൻ്റെ ഒരു കാര്യം നോക്കുക. ജോജു ജോർജ് അവതരിപ്പിക്കുന്ന സേതു അമ്പലത്തിൽ ഇവർ കളിയാട്ടം കാണാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് ശരിക്കും ഈ നിഖിലും ആരതിയും തമ്മിലുള്ള പ്രണയമാണോ എന്തോ, അതോ മറ്റെന്തെങ്കിലും ആയിരിക്കാം ഒരുപക്ഷെ. അങ്ങനെ അത് ആദ്യമായിട്ട് സംഭവിക്കുന്നത് അവിടെ വെച്ചാണ്. അതിനുശേഷം ജോജു ജോർജ് അവതരിപ്പിക്കുന്ന സേതുവും വേറൊരു പെണ്ണും തമ്മിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അവരോട് പരസ്പരം നോട്ടങ്ങൾ കൈമാറുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ലതയെ കാണിക്കുന്നുണ്ട്. ഈ ലത ഭാസ്കരൻ്റെ പഴയൊരു പ്രണയിനിയായിരുന്നു. മകനോടൊപ്പം നടന്നു പോകുന്ന സമയത്താണ് ലത മുന്നിൽ നിന്ന് വരുന്നത്. ലത തിരിഞ്ഞു നോക്കി പോകുന്നുണ്ട്. നമ്മളതൊക്കെ അനന്തരം എന്ന് പറയുന്ന സിനിമയിൽ അജയനും ആ 10ാം ക്ലാസ്സുകാരിയായിട്ടുള്ള കാമുകിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അജയനെ നിരസിച്ചതിന് ശേഷം പോകുന്ന ആ രംഗങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ഓർമ്മ വരുന്നത്. ഏതായാലും അവസാനം നാരായണത്തി വേടത്തിൽ മരിച്ചു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? ഇവർ പോവുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം, ചേട്ടൻ്റെ മകളും അനിയൻ്റെ മകനും തമ്മിലൊരു പ്രശ്നം ഉണ്ടായതിന് ശേഷം വഴക്കുണ്ടാക്കി അയാൾ പോവുകയാണ്. പെട്ടെന്ന് തന്നെ പോകണ്ടെന്ന് തീരുമാനിച്ചു കൊണ്ടിരുന്ന ഭാസ്കരൻ, സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന ഭാസ്കരൻ പെട്ടെന്ന് തന്നെ പോകാനായിട്ട് തയ്യാറെടുത്ത് പോകുന്ന വഴിക്ക് ഫോൺ വരുന്നു, സേതുവിൻ്റെ ഫോൺ വരുന്നു. അത്ര നമ്മളെ കേൾപ്പിക്കുന്നുള്ളൂ. സേതുവിൻ്റെ ഫോൺ വരുന്നു, വണ്ടി തിരിക്കുന്നു. ഒരു മഴയത്ത് വണ്ടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അമ്മയുടെ കാര്യമാണ്. നാരായണീൻ്റെ 3 ആൺമക്കൾ. വളരെ മനോഹരമായ ഒരു സിനിമ തന്നെയാണ് ഇത്.